ജീവിതത്തിൽ ദുരിതം വരുമ്പോൾ, ജീവിതത്തിൽ തകർച്ച സംഭവിച്ചു ദാവീദ് രാജാവ് ദൈവസന്നിധിയിലാണ് എത്തിയത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലും എല്ലാം ഉണ്ടായ ഒരാളാണ്. എന്നാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ നമുക്ക് അഭയമായി തീരുന്നത് ദൈവമാണ്. ആ ദൈവത്തിലാണ് നമ്മൾ ശരണപ്പെടുന്നത്. ദാവീദ് രാജാവ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അവിടെ എന്റെ നിലവിളി കേൾക്കുകയും അപേക്ഷ കേട്ട് എനിക്ക് ഉത്തരം നൽകുകയും ചെയ്തു. അതെ, എന്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ നിലവിളി കേട്ടൊരു ദൈവം ദാവീദ് രാജാവ് പറയുകയാണ്. ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കുകയും നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കും, മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിക്കും. ഓരോ മാതാപിതാക്കളും ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നത് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയില്ല, മറിച്ച് അവരുടെ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ്. മക്കളെ നല്ലതായി കാണുവാനും രക്ഷപ്പെടണമെന്ന് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം ദാനമായി നൽകിയാണ് മക്കള്. നിങ്ങൾക്ക് ദൈവമാണ് മക്കളെ നൽകിയെങ്കിൽ ആ ദൈവകരങ്ങളിലേക്ക് ആ മക്കളെ സമർപ്പിക്കുക. അവിടെ നിയോഗങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പുതിയൊരു അധ്യയന വർഷത്തിന് നമ്മൾ ആരംഭം കുറിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ ബുദ്ധിയെ പ്രകാശിക്കുവാനും ജീവിതത്തിൽ ജ്ഞാനത്തെ നിറയുവാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും പഠിക്കുവാനും ബുദ്ധി പ്രകാശവും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. എൻട്രൻസ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്, 10 പ്ലസ് എക്സാം എഴുതി